അവരോട് എനിക്ക് നന്ദി സന്തോഷം കടപ്പാട് തന്നീന്. വർക്ക്ഷോപ്പ് അസോസിയേഷനിൽ എല്ലാ ഇതിലും പ്രവർത്തിച്ച എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലുള്ള എല്ലാം ചെയ്യാനുള്ളത് ഉണ്ടാകുന്നു. സുഹൃത്തുക്കളെ, കാത്വേ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വളരെ അഭിമാനത്തോടു കൂടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം കൂടിയുണ്ട്. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും അറിയാം വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നമ്മളെല്ലാം കണ്ട് അറിഞ്ഞ് ഞെട്ടിത്തെറിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ആ ദുരന്തത്തിൽ ഒരുപാട് പേര് നമുക്ക് നഷ്ടമായി. അതിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പല ഭാഗത്തുനിന്നും സഹായ സഹകരണങ്ങൾ ഒഴുകിയെത്തുകയുണ്ടായി. അതിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഞാനിപ്പം ഉള്ളത്. അതായത് നമ്മളുടെ സ്വന്തം വയനാട് ജില്ലയിൽ കൽപ്പറ്റ പാറയ്ക്കൽ നിന്ന് തിരിഞ്ഞു വന്നിട്ട് ചിലഞ്ഞിച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള, ആ സംഘടനയുടെ കീഴിലുള്ള ആളുകൾ ഒരു 6 വീട് ഈ മുണ്ടക്കൈ ചുരൽമല ദുരിതാശ്വാസക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ വീട് പണി കഴിയുകയും ഏകദേശം 6ഓളം വീടുകൾ തന്നെ ആൾക്കാർ എൻഗേജ് ആവുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ നിത്യജീവിതം അവർ ആ വീടുകളിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഇവിടെ വരുന്നത്. ഈ ഉദ്ഘാടനം നമ്മൾ വിളിച്ചിരുന്നു, പക്ഷെ അന്ന് നമുക്ക് തിരക്കായതുകൊണ്ട് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ അതിമനോഹരമായിട്ടുള്ള 6 വീടുകൾ ഇവിടെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അസൻക, നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? നമ്മൾ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വീട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു വീടല്ല, അതെ, കുറേ വീടുകളോട്ടുണ്ട്. 6 വീടുകളുണ്ട്. എന്താണ് അസൻകാക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിയത്? എനിക്ക് തോന്നിയത് ഇവരുടെ സംഘടന ചെയ്ത ഒരു വലിയ സേവനം, വലിയൊരു ദൗത്യം അവർ ഏറ്റെടുക്കുകയും അത് കൃത്യസമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുകയും ചെയ്തൊരു കാര്യമാണ് നമുക്ക് മനസ്സിലായത്. അതെ, ഇപ്പൊ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഈ ഒരു കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പോൾ പാർട്ടി എന്തു ചെയ്തു, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് സംഘടനകൾ എന്തു ചെയ്തു, അല്ലെങ്കിൽ വ്യക്തികൾ എന്തു ചെയ്തു, 100 വീട് 200 വീട് 500 വീട് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്, ഓഫർ ചെയ്തിരുന്നത്. അതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഫസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞ് ആളുകൾക്ക് 6 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം AAWK അവരാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഒരു മിനിറ്റ്, അതിന് അവർക്ക് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് ആയിരിക്കും. സല്യൂട്ട് അവർക്ക് കൊടുക്കാം. എൻ്റെ പേര് സുരേഷ് കുമാർ, അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഈ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അന്ന് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ, ചൂരൽമല ദുരന്തം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരു സംസ്ഥാന കമ്മിറ്റി 5 വീട് ഈ ദുരന്ത ബാധിതർക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും അതിന് പ്രകാരം ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ അംഗങ്ങൾ തന്നെ 4-5 പേര് ഇതിനകത്ത് പെട്ടിട്ടുണ്ടെന്നും അവർ ഇതിന് ഏറ്റവും കൂടുതൽ അർഹരായവരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് 5 വീട് എന്നുള്ള ഞങ്ങൾ 6 വീടാക്കിയിട്ട് എണ്ണം കൂട്ടി. അങ്ങനെ ഞങ്ങൾ അതിന് അനുയോജ്യമായൊരു സ്ഥലം പാറയ്ക്കൽ ചെന്നിച്ചാൽ എന്ന സ്ഥലത്ത് കണ്ടെത്തി 30 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. അതിൽ ഞങ്ങൾ 6 വീടുകളാണ് നിർമ്മിച്ചത്. ഒരു വീട് 834 സ്ക്വയർ ഫീറ്റ്, ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമായിട്ട് നല്ല രീതിയിൽ സ്റ്റെയർ കേസോട് കൂടിയിട്ടാണ് ആ വീട് പണിതിട്ടുള്ളത്. 834 സ്ക്വയർ ഫീറ്റാണ് ആ വീടിൻ്റെ ഏരിയ. അതിൽ നമ്മൾ ഈ ദുരന്തബാധിതരെ കണ്ടെത്തിയത് ഞങ്ങളുടെ അംഗങ്ങൾ തന്നെ ഏകദേശം 4 പേര് ഉണ്ടായിരുന്നു. കൂടാതെ അവിടെ ഇതിൽ പെട്ടവർ, അതായത് ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെയും ഞങ്ങൾ അവിടെ ആ ഭാഗത്തുള്ള ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ടെത്തുകയും അവർക്ക് വീട് കഴിഞ്ഞ ജൂൺ 4-ാം തീയതി നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ അവർ താക്കോൽ കൈമാറിയത്. ആ ചടങ്ങ് ഞങ്ങൾ ഗംഭീരമായിട്ട് തന്നെ മുട്ടിൽ വെച്ച് നടത്തി. ഇപ്പോൾ അതിൽ 6 വീട്ടുകാർ താമസം തുടങ്ങിക്കഴിഞ്ഞു. അത് ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങളെല്ലാം വളരെ കൃതാർത്ഥരാണ്. ഞങ്ങൾ
കേരളത്തിലുള്ള വർക്ക്ഷോപ്പ് ഉടമകളും തൊഴിലാളികളും അടങ്ങുന്ന ഞങ്ങളുടെ സംഘടനയിലുള്ള എല്ലാവരും ഈ ഉദ്യമത്തിന് വേണ്ടിയിട്ട് ധനസമാഹരണം നടത്തി. കൂടാതെ നമ്മുടെ വയനാട്ടിലുള്ള 3-4 സന്മനസ്സുകൾ നമുക്കൊരു കിണർ കുഴിച്ചു തന്നു. കൂടാതെ തമിഴ്നാട്ടിലെ 2 വീലർ അസോസിയേഷൻ ഈ വീടുകൾക്ക് വേണ്ട 5 മോട്ടോർ ആ കിണറ്റിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നു. അങ്ങനെ നമുക്കത് നമ്മുടെ ഈ സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് നടപ്പാക്കാൻ സാധിച്ചു. അതിൽ ഞങ്ങൾ വളരെയേറെ അഭിമാനിക്കുന്നു. സന്തോഷം. താത്തയുടെ പേരെങ്ങനെ? എൻ്റെ പേര് റഷീദ. റഷീദ. മുണ്ടക്കൈ ദുരന്തത്തിൽ പെട്ട ആളുകളാണ് നിങ്ങൾ അല്ലേ? ആരൊക്കെ നഷ്ടമായി നിങ്ങൾക്ക്? അതിന് വാപ്പ, ഉമ്മ, ആങ്ങള, 2 മക്കള്. ഇപ്പോൾ ഈ സംഘടന നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് തന്നിരിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള 6 കുടുംബങ്ങൾക്കാണ് വീട് തന്നത്. ഇവിടെ ഇപ്പോൾ എത്ര ആൾ താമസമുണ്ട്? ഞങ്ങൾ 6 ആള്. 6 ആൾ താമസമുണ്ട്. അപ്പോൾ പണിക്ക് പോകുന്നവരുണ്ടോ? പണിക്ക് 2 മക്കളും ഉണ്ട്. പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ സംഘടന തന്നല്ലോ, അവരോട് നിങ്ങൾക്ക് എന്താ പറയുള്ളത്? അവരോട് എനിക്ക് നന്ദി, സന്തോഷം, കടപ്പാട് അല്ലേ തന്നീന്. ഓക്കെ. പിന്നെ ഈ അടുത്ത വീട്ടിലൊക്കെ ആളുണ്ടോ? ഉണ്ട്, 5 വീട്ടിലുണ്ട്. 5 വീട്ടിലും ആളുണ്ട് അല്ലേ? ഇതാരാ? കുട്ടിയാരാ? പേരക്കുട്ടി, മോളെ കുട്ടി. മോളെ കുട്ടിയാണ് അല്ലേ? അപ്പോൾ നഷ്ടപ്പെട്ടത് പിന്നെ ഉപ്പ, ഉമ്മ, പിന്നെ ആങ്ങള, 2 മക്കള്. 2 മക്കൾ. 2 മക്കൾ എത്ര പ്രായമുള്ള? ഒരാൾക്ക് 18 വയസ്സ്, ഒരാൾക്ക് 10 വയസ്സ്. അവർ പഠിക്കുകയായിരുന്നോ? പഠിക്കായിരുന്നു. ഏതിനാ പഠിച്ചിരുന്നത്? മോള് +1. ആ. മോനോ? മോനല്ല, മോള് 4ാം ക്ലാസ്സിലോ. എന്തായാലും വലിയൊരു ദുരന്തമായിപ്പോയില്ലേ? എല്ലാവർക്കും വിഷമമുള്ള നമ്മളെ ആളുകളൊക്കെ ഏറ്റവും വിഷമിച്ചൊരു സംഭവമായിരുന്നത്. പക്ഷെ ഇങ്ങനെ സംഭവിച്ചു പോയി. അപ്പോൾ ഇതുപോലുള്ള വീടുകൾ കൊടുക്കാൻ വേണ്ടി സംഘടനകളും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കുറേ ആളുകൾ ചെയ്തു തുടങ്ങുന്നുണ്ട്. കുറേയൊക്കെ പൂർത്തിയായി, ഇതുപോലെ പൂർത്തിയായി കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ പങ്കുവച്ചതിന് വലിയ സന്തോഷം. സന്തോഷം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ AAWK അല്ലേ കൊടുത്ത വീടിൻ്റെ ഉൾഭാഗം നമുക്കൊന്ന് കാണാം. ഏറ്റവും മനോഹരമായിട്ടുള്ള വീടുകളാണ് നൽകപ്പെട്ടിട്ടുള്ളത്. അതിലെ സൗകര്യങ്ങളും നമുക്കൊന്ന് കാണാം. ഇത് സിറ്റ് ഔട്ടാണ്. പിന്നെ നേരെ നമ്മൾ പ്രവേശിക്കുന്ന ഹാളിലേക്കാണ്. പിന്നെ ഇവിടെ ഒരു കോണിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു 10x10 റൂമാണെന്ന് തോന്നുന്നു. നല്ലൊരു ബെഡ്റൂമുണ്ട്. പിന്നെ മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ, എല്ലാ സൗകര്യത്തോടും കൂടി ഒത്തിണങ്ങിയൊരു കിച്ചൺ. ഈ സൈഡിൽ ഒരു കോമൺ ബാത്റൂമുണ്ട്. അതും മനോഹരമായിട്ടുള്ള ബാത്റൂമാണ്. മനോഹരം എന്ന് പറഞ്ഞാൽ എല്ലാ സംവിധാനത്തോടും കൂടിയുള്ളൊരു ബാത്റൂമാണ് കൊടുത്തുള്ളത്. എന്താ പറയുക, ഒരു സംഘടന അതിൻ്റെ കൃത്യമായുള്ള ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഒരിക്കലും ഇത് മോശമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കൃത്യമായ എൻജിനീയറിങ്ങോട് കൂടി മുന്നിലൂടെ റോഡ്, 6 വീടുകളും ഒരേ സൈഡിൽ കൊടുത്ത ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. 2 റൂമിൽ ഒരു റൂം ഇതാണ്. ഇത് ബാത്റൂം അറ്റാച്ച്ഡ് റൂമാണിത്. ഇതും 10x10 മനോഹരമായിട്ടുള്ള റൂമാണ് കാണാം. ഈ 6 വീടുകൾക്കുള്ള കിണർ ഇവിടെയാണ് കേട്ടോ. ഈ കിണറിന് പ്രത്യേകത ഉണ്ട്. ഓരോരുത്തരും ഓരോ മോട്ടറാണ് വെച്ചുള്ളത്. 6 മോട്ടറുണ്ട്. എല്ലാവരും സെപ്പറേറ്റ് ടാങ്ക് വെച്ച് അതിലേക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും പരാതിയില്ല, പരിഭവമില്ല. ഇനിയും എത്രയോ മോട്ടർ വെക്കാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. എൻ്റെ പേര് പ്രസാദ് കുമാർ. ഞാൻ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ വയനാട് ജില്ലാ പ്രസിഡൻ്റാണ്. വീട് സുൽത്താൻ ബത്തേരിയിൽ. 2024 ജൂലൈ 30 ചൂരൽമലയിൽ, വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം ഈ നാടിനെയാകെ ആടി ഉലച്ചപ്പോൾ അസോസിയേഷൻ സംസ്ഥാന നേതാക്കൾ ഓടിയെത്തുകയും പിറ്റേ ദിവസം തന്നെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു വീട് വെച്ച് നൽകാം എന്നുള്ളൊരു വാഗ്ദാനമാണ് സംഘടനയുടെ മുമ്പിൽ വെച്ചത്. എന്നാൽ പിന്നീട് അവിടെ വളരെയധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ട്
സാഹചര്യമുണ്ടായപ്പോൾ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ മെമ്പർമാർ തന്നെ പലർക്കും വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് 1 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ആദ്യം എടുക്കുകയെങ്കിലും 6 വീടുകൾ വെച്ച് നൽകാമെന്നുള്ള ഇതിലേക്ക് അസോസിയേഷൻ എത്തിപ്പെടുകയാണ് ഉണ്ടായത്. ഇതിനു വേണ്ടിയുള്ള ഫണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 80,000-ഓളം വരുന്ന അസോസിയേഷൻ്റെ മെമ്പർമാരിൽ നിന്ന് തന്നെയാണ് അസോസിയേഷൻ സ്വരൂപിച്ചത്. വയനാട് ജില്ലയിലെ കൽപ്പറ്റയ്ക്കടുത്ത് മുട്ടിൽ പഞ്ചായത്തിലെ ചെലഞ്ഞിച്ചാൽ എന്ന സ്ഥലത്ത് ഏറ്റവും അനുയോജ്യമായ 30 സെൻറ്റ് സ്ഥലം വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടാണ് അസോസിയേഷൻ ഈ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയത്. 30 സെൻറ്റ് സ്ഥലത്തിൽ 6 കുടുംബങ്ങൾക്ക് കൃത്യമായ 5 സെൻറ്റുകൾ വീതം 850 സ്ക്വയർ ഫീറ്റ് വീടിൽ 2 നില എടുക്കാൻ പറ്റാവുന്ന വിധത്തിൽ സിറ്റ് ഔട്ട്, 2 ബെഡ്റൂം, അടുക്കള, ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമോടോട് കൂടിയുള്ള 850 സ്ക്വയർ ഫീറ്റ് അതിമനോഹരമായ വീട്, എല്ലാ പൂർണ്ണമായ പണികൾ കഴിപ്പിച്ചുകൊണ്ട് അതിലേക്കുള്ള റോഡും കൃത്യമായിട്ട് ഈ 6 വീടുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പൊതു കിണറും നിർമ്മിച്ചുകൊണ്ടാണ് അസോസിയേഷൻ അവരെ താക്കോൽദാന കർമ്മം നടത്തിയത്. ഇതിലേക്ക് നമുക്ക് കിണർ നിർമ്മിക്കുന്നതിന് വേണ്ടി വയനാട് ജില്ലയിലെ ഒരു 3 കുടുംബങ്ങളാണ് കിണർ നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് സംഭാവന നൽകിയത്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും അസോസിയേഷൻ്റെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സജീവ മെമ്പർമാരിൽ നിന്ന് തുച്ഛമായ തുകകൾ അവരുടെ ഓരോ ദിവസത്തെ വിയർപ്പിൻ്റെ സംഖ്യ പിരിച്ചുകൊണ്ടാണ് അസോസിയേഷൻ ഈ വൻ പദ്ധതി നടപ്പിലാക്കിയത്. ജൂൺ 4-ാം തീയതി ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA ശ്രീ സിദ്ദീഖ്, സുൽത്താൻ ബത്തേരി MLA ശ്രീ IC ബാലകൃഷ്ണൻ, മറ്റ് വയനാട് ജില്ലയിലെ ജനപ്രതിനിധികൾ, അവരെ കൂടാതെ സംസ്ഥാന സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനാണ് താക്കോൽദാന കർമ്മം നിർവഹിച്ചത്. നമ്മൾ ഈ വീടുകൾ ഇതിൻ്റെ ഉപഭോക്താക്കളെ കണ്ടെത്തിയത് കൃത്യവും സുതാര്യവുമായിട്ടുള്ളൊരു പദ്ധതിയിലൂടെയാണ്. കാരണം നമുക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിൽ ഈ വീട് എത്തിച്ചേരണമെന്നും ഏറ്റവും ആദ്യം കേരളത്തിലെ മറ്റ് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുകളും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വിയർപ്പിൻ്റെ വില ഓരോ അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച പൈസ ഒരു കാരണവശാലും മറ്റൊരു വിധത്തിൽ നഷ്ടപ്പെടാത്ത വിധത്തിൽ സംഘടന മുന്നിട്ടിറങ്ങിക്കൊണ്ട് എത്രയും വേഗം വെറും 120 ദിവസം കൊണ്ട് പണി പൂർത്തീകരിച്ച് അർഹതപ്പെട്ടവരുടെ കൈകളിൽ നമ്മൾ എത്തിക്കാൻ കഴിഞ്ഞു. ആയതിൽ നമ്മുടെ അസോസിയേഷൻ്റെ മെമ്പർമാർ തന്നെയാണ് 3 പേര്. അവർക്ക് പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരാണ്. മറ്റ് 3 പേരെ നമ്മൾ പൊതു ആളുകളിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വീടുകൾ നൽകിയത്. അവരുടെ സുഗമമായ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി അസോസിയേഷൻ ഇനിയും ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഒരു വർക്കിംഗ് ഡേയിലാണ് നമ്മളുടെ ഈ വീടുകൾ കാണാൻ വേണ്ടി വന്നത്. അപ്പം എല്ലാ വീട്ടിലൊന്നും ആളുകളില്ല. ഞാൻ അസൻഖാനെ ഈ വീട്ടിലേക്ക് ഒന്ന് വിടുന്നുണ്ട്. അസൻഖാ, ഒന്ന് പോയി നോക്കി നോക്കാം അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന്. വാതിലൊക്കെ തുറന്നിരിക്കുന്നുണ്ട്. ഒരു മോനെ കുറച്ച് മുന്നേ ഇവിടെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇവരോടും കൂടിയും വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അന്വേഷിക്കാം. ഓക്കെ, അപ്പോൾ അസൻഖാ ഒന്ന് ബെല്ലടിച്ച് നോക്ക്. ചിലപ്പോൾ അവർ പുറത്ത് വരും. ബെല്ലടിക്ക്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഗൃഹനാഥ ഉണ്ട്. ശരിക്ക് അന്നത്തെ സംഭവങ്ങൾ ഓർമ്മയിലുണ്ടോ? ഒരു കാരണവശാലും മറന്നു പോകാത്ത സംഭവങ്ങളാണല്ലേ? പക്ഷെ അന്ന് അത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവര് പറഞ്ഞ അറിവുണ്ട്. പറഞ്ഞ അറിവാണ് ഉള്ളത്. എന്താ ആരൊക്കെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഇതില്? അന്ന് വീട്ടില് ഭർത്താവിന്റെ അനിയനുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവര് വീട്ടില് കിടന്നുറങ്ങിയായിരുന്നു. അപ്പൊ അവര് വീടോട് കൂടിയിട്ട് ഒലിച്ചുപോയി. ഭർത്താവിന്റെ അനിയൻ മരണപ്പെട്ട്. അനിയൻ മരണപ്പെട്ട് ഭർത്താവ് പരിക്കുകളോട് കൂടിയിട്ട് രക്ഷപ്പെട്ടിട്ട് ഒരു 2.5 മാസം മേപ്പാടി വിംസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോഴും ശരിയായിട്ടില്ല. പിന്നെ ഒരുപാട് പരിക്കുണ്ടായിരുന്നു, അതൊക്കെ മാറി. പിന്നെ കൈയിന്റെ വിരലിന്റെ ഇടത്തെ കൈയിന്റെ 2 വിരലിന്റെ വെയിന് കട്ടായിപ്പോയി. അതിലൊരു 4 സർജറി ചെയ്ത് 3 വിംസിന് ചെയ്ത് 3ാമത്തെ പ്ലാസ്റ്റിക് സർജറിയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് 4ാമത്തെയും ചെയ്തിട്ടും കൈ റെഡി ആയിട്ടില്ല. അപ്പൊ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നിങ്ങൾ താമസം ഉദ്ഘാടനത്തിന് അന്ന് മുതലുണ്ടോ? ഞങ്ങള് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇങ്ങോട്ട് മാറിയത്. ഇപ്പൊ ഹസ്ബൻഡ് എവിടെയുള്ളത്? ഇപ്പം പിന്നെ ഒരു സംഘടനക്കാര് നമ്മൾ വരുന്ന അവിടെ ചെലഞ്ഞിച്ചാലില് ഒരു കട ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടയിലാണ് ഒരു കട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടയിലാണ് പാലുള്ളത്.
ആഹാ. 2 മക്കളാ? 2 മക്കൾ. ഒരാളിവിടെ കണ്ടു, +2 കഴിഞ്ഞിരിക്കുന്നു. ഒരാൾ ചെറുതാ, 2ാം ക്ലാസ്സിൽ. ഇവിടെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. ഇന്ന് സ്കൂളിൽ ചേർത്തിട്ടൊന്ന് ഫസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നിങ്ങൾ സാധാരണ ജീവിതം തുടങ്ങി പരിചയമില്ലാത്ത ഒരു സ്ഥലം, വേറൊരു നാടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ നല്ല അയൽവാസികളും ഇതൊക്കെയാണ് തോന്നുന്നില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടു. അപ്പം നല്ല വീടല്ലേ? വീടൊക്കെ ഇഷ്ടപ്പെട്ടു. വീടൊക്കെ ഇഷ്ടപ്പെട്ടു. എന്താണ് നമ്മളുടെ ഈ സംഘടനയോട് പറയാനുള്ളത്? അവരോട് പറഞ്ഞറിയിക്കാനുള്ളത് നന്ദിയുണ്ട്. കാരണം ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് അവരിങ്ങനെ വന്നിട്ട്, ഞങ്ങൾക്ക് മുമ്പേ ഒന്നും അറിയില്ലായിരുന്നു. എല്ലാവരും അപേക്ഷ കൊടുത്തതിൻ്റെ കൂടെ ഞങ്ങൾ അപേക്ഷ കൊടുത്തിരുന്നു. അതിൽ ഒരു വീട് ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഞങ്ങൾ വന്നപ്പോൾ ചാവി തന്നു. വർക്ക്ഷോപ്പ് അസോസിയേഷനിലെ എല്ലാ ഇതിലും പ്രവർത്തിച്ച എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലുള്ള എല്ലാം ചെയ്യാനുള്ളത് ഉണ്ടാക്കുന്നത്